ഉന്നത വിദ്യാഭ്യാസത്തിനായി കേരളത്തിലെ വിദ്യാർത്ഥി തലമുറ നാടുവിട്ട് കൂട്ടപലായനം നടത്തുമ്പോഴും സംസ്ഥാന ഭരണ സംവിധാനങ്ങൾ തമ്മിലടിച്ച് വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന ക്രൂരത അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് CBCI ലേറ്റി കൗൺസിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിലകയറ്റം, വന്യജീവി ആക്രമണങ്ങൾ, ബഫർ സോൺ, വിഴിഞ്ഞം, കടക്കെണി തുടങ്ങിയ വിവിധ ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ വിദ്യാഭ്യാസ പ്രതിസന്ധി സർക്കാർ ആയുധമാക്കുന്നത് നിർഭാഗ്യകരമാണെന്നും വിമർശനം ഉയർന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ നടക്കുന്നത് രണ്ടു ഭരണകേന്ദ്രങ്ങൾ തമ്മിലുള്ള അധികാര വടംവലിയും വീറും വാശിയുമാണ്. ഇതിന്റെ അനന്തരഫലം അനുഭവിക്കുന്നത് കേരളത്തിന്റെ ഭാവി തലമുറയും വിദ്യാർത്ഥി സമൂഹവുമാണ്. പഠിക്കാനായി യുവജനങ്ങൾ കേരളം വിട്ടോടുന്ന നിലവിലെ സ്ഥിതിവിശേഷത്തിന് ആക്കം കൂട്ടുന്നതാണ് ഗവൺമെന്റ് പോര്. നിയമങ്ങൾ അട്ടിമറിച്ചുള്ള നിയമനങ്ങളും കെടുകാര്യസ്ഥതയും നിലവാരത്തകർച്ചയും മാത്രമല്ല, ഉന്നത നിലവാരം പുലർത്തുന്ന പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ആസൂത്രിതമായി കലാപശാലയാക്കുന്ന രാഷ്ട്രീയ കടന്നുകയറ്റവും കലാലയങ്ങളിൽ നിത്യസംഭവങ്ങളായി മാറിയിരിക്കുന്നത് വൻ ഭവിഷ്യത്തുകൾ സൃഷ്ടിക്കുമെന്നും CBCI ലേറ്റി കൗൺസിൽ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. സംസ്ഥാനത്തെ പല പ്രമുഖ കോളേജുകളിലും സർക്കാർ അനുവദിച്ച സീറ്റുകളിൽ പോലും വിദ്യാർത്ഥികളില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്നു. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുത്തതിനു ശേഷവും കേരളം വിടുന്ന സ്ഥിതിവിശേഷം ശക്തമായി തുടരുന്നതായും പ്രസ്താവനയിൽ പരാമർശിക്കുന്നു. അന്യസംസ്ഥാനങ്ങളിൽ നിന്നോ വിദേശ രാജ്യങ്ങളിൽ നിന്നോ ഉന്നത വിദ്യാഭ്യാസത്തിനായി കേരളത്തിലെത്തുന്നവർ ഇല്ലാതായി. ദേശീയ വിദ്യാഭ്യാസ നയത്തെ എതിർത്ത് കേരളത്തെ വിദ്യാഭ്യാസ ഹബ്ബാക്കുമെന്ന് കൊട്ടിഘോഷിക്കുകയും അതിനായി നിയമനിർമ്മാണങ്ങൾ നടത്താനൊരുങ്ങുകയും ചെയ്യുന്ന സംസ്ഥാന സർക്കാർ സംവിധാനങ്ങൾ മേഖലയിൽ നാളുകളായി തുടരുന്ന അരക്ഷിതാവസ്ഥയും തമ്മിലടിയും അവസാനിപ്പിക്കണമെന്നും വിദ്യാർത്ഥികളുടെ ഭാവിയെ കരുതി പിടിവാശികൾ ഉപേക്ഷിച്ച് നിയമാനുസൃതം പ്രവർത്തിക്കണമെന്നും ഷെവിലിയർ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ അഭ്യർത്ഥിച്ചു. ഷെഗ്യാന ന്യൂസ്, കൊച്ചി.